ഒന്ന് ശരിക്കും മനസ്സിലാക്കുക. മൂപ്പർ എന്നെ വെല്ലുവിളിച്ചു. ഞാൻ ഒരു വാക്കബദ്ധൻ്റെ അടുത്ത് പറ്റി. എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ പരിഭാഷ എന്ന് പറഞ്ഞു. ഫത്തുഹുൽ മൊഴീൻ്റെ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ പരിഭാഷ. അപ്പോൾ മൂപ്പര് വെല്ലുവിളിക്കുക, പാച്ച കള്ളം. സൈനുദ്ദീൻ മഖ്ദൂമി ഫത്തുഹുൽ മൊഴീൻ്റെ പരിഭാഷ എഴുതിയിട്ടേ ഇല്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താ? സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ഫത്തുഹുൽ മൊഴീനിന് എഴുതിയ പരിഭാഷ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് പറഞ്ഞപ്പോൾ എന്തായി? സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ പരിഭാഷ എന്നായി. ഇതിപ്പോൾ ആർക്കും മനസ്സിലാവും. വാക്കബദ്ധം എല്ലാവർക്കും സംഭവിക്കൂലേ? ഇങ്ങനെ വാക്കിൽ പറഞ്ഞ് വാക്ക് പിടിച്ചിട്ട് ന്യായീകരിക്കാൻ നിന്നാൽ പേരോടിൻ്റെ എന്തൊക്കെ വാക്കുകളെ ഞാൻ ന്യായീകരിക്കേണ്ടി വരും. ശ്രദ്ധിച്ചോളൂ, 1-2 സാമ്പിളിന്. കാന്തപുര ഉസ്താദ് ഇബ്ലീസാദം ഇന്നലെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. കാന്തപുര ഉസ്താദ് ഇബ്ലീസാദം ഇന്നലെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. കാന്തപുര ഉസ്താദ് ഇബ്ലീസാണ് ഞാൻ ഇന്നലെ കേൾപ്പിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ വാക്കിലൊരു അബദ്ധം പറ്റിയാലാണ് ഞങ്ങൾക്കറിയാം. പക്ഷെ നമ്മളത് എടുത്ത് പറഞ്ഞാലോ? അതുകൊണ്ടാ പറയുന്നത് ഈ വാക്ക് പിടിക്കരുത്. ഞാൻ അടുത്തത് കേട്ടോ. സമസ്തയിലെ മുഴുവൻ ആലിമികളും മാനസിക രോഗിയാണെന്ന് ഇന്നലെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. സമസ്തയിലെ മുഴുവൻ ആലിമികളും മാനസിക രോഗിയാണെന്ന് ഇന്നലെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. മുഴുവൻ ആലിമികളും മാനസിക രോഗികളാണ് ഞാൻ ഇന്നലെ കേൾപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഈ പറയുന്നത്. വാക്കുമ്മ പിടിക്കരുത്, നിർത്തിക്കോ ആ പടി. ആശയദാരിദ്ര്യം ഉണ്ടാവുമ്പോഴാണ് ഒരു പദപ്രയോഗത്തിൽ പിടിച്ചു തൂങ്ങിയിട്ട് വെല്ലുവിളിക്കുക. തെളിയിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ഇളക്കി വിട്ടില്ലേ ജനങ്ങളെ? അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതുകൊണ്ട് അങ്ങനത്തെ കൂടണ്ടാന്നാണ് ഈ ചുരുക്കി പറയുന്നത്. പിന്നെ അവസാനം